അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? ഈഴവൻ നായരുടെ മേളിൽ കയറി കളിക്കുന്നോ എന്ന ആ ഒരു ധാർഷ്ട്യത്തിന്റെ പുറത്ത് തന്നെ ഉണ്ടായ ഒരു തീരുമാനം തന്നെയാണിത്. ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ ഈ പറയുന്നത്? എന്തിനാ തുഷാർ വെള്ളാപ്പള്ളി അയക്കുന്നത്? അയാൾ NDA നേതാവല്ലേ? എന്താ എൻ മകനെ പോലെ സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പം ഈ മനുഷ്യൻ അറിയില്ലായിരുന്നോ? തുഷാർ വെള്ളാപ്പള്ളി ഇദ്ദേഹത്തിന്റെ അവരുടെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ മാത്രമല്ല, അദ്ദേഹം NDAയുടെ ഭാഗമാണ്, NDAയുടെ നേതാവാണ്. പ്രധാനമന്ത്രി വരുമ്പോൾ കാണാറുണ്ട്. ഈ ബന്ധമുണ്ടെന്നുള്ളത് ഈ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടായി ഇന്നലെ ഒരു ദിവസം ഉണ്ടായ സംഭവമൊന്നും അല്ലല്ലോ അത്. എന്താടാ പുച്ഛിച്ചൊരു ചിരി? അപ്പൊ അതിന്റെ കാരണമേ ഉള്ളൂ, പച്ചയായ അസൂയ, കുശുമ്പ്. ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. ഇതൊക്കെ ഇപ്പൊ പ്രതികരണങ്ങൾ, അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ശബരിമല പമ്പയെ പറ്റി, പമ്പയിലെ ജലത്തിനെ പറ്റി ഈ മഹാനായ ജനറൽ സെക്രട്ടറി, ഭയങ്കര ഭീകരനായ സർവശക്തനായ ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ ഇവിടെ ഒന്ന് ആവർത്തിക്കാൻ ഈ 4 പേരിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? പറ്റുമോ? പബ്ലിക്കായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അത്ര സംസ്കാര ശൂന്യരാണ് ഇവര്. മുഖ്യമന്ത്രിയെ 3 ദിവസം കാത്തിരുത്തി, വലിയ സംഭവമായി പോയി. ഒരു പ്രധാനമന്ത്രി വിളിച്ചപ്പോ കാണാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു, വലിയ കാര്യമായി പോയി. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്.